Good evening all, my name is Sharna Sajon. My topic is future value of deferred annuity. Deferred annuity means start investing after some delays. Then you invest regularly like a yearly or monthly. അതായത് നമുക്ക് ഈക്വൽ സീരീസ് ഓഫ് പേയ്മെൻ്റ് ആയിരിക്കും, പക്ഷെ നമ്മളത് ഇമ്മീഡിയറ്റ് ആയിട്ട് പേ ചെയ്യത്തില്ല. ഒരു സർട്ടൺ പീരീഡിന് ശേഷമായിരിക്കും നമ്മൾ പേ ചെയ്യുന്നത്. നമ്മളൊരു ഡിലേ വരും. അതിനാണ് ഡിഫേർഡ് ആനുറ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ പ്ലാൻ ചെയ്തു ഒരു 3 വർഷം കഴിഞ്ഞ് എല്ലാ വർഷവും 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ 3 വർഷം എന്നുള്ളതാണ് എന്താ ഡെഫേർഡ് ആനുറ്റി. അതിൻ്റെ ഫോർമുല നമുക്ക് നോക്കാം. FVDA is equal to A into 1 plus R raised to N by R minus 1 into 1 plus R raised to N. അതായത് FVD എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഡെഫേർഡ് ആനുറ്റി, എ എന്ന് പറഞ്ഞാൽ എമൗണ്ട്, ആർ എന്ന് പറഞ്ഞാൽ എക്സ്പയറി റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ, എൻ എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ഫോർ വിച്ച് ഇൻസ്റ്റാൾമെൻറ്റ്, ഇൻസ്റ്റാൾമെൻറ്റ് ആർ ടു ബി പെയ്ഡ്, അതായത് നമ്മുടെ മൊത്തം വർഷം എത്ര വർഷമാണെന്ന് പറയുന്നത്. ടി എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ഫോർ വിച്ച് ആനുറ്റി ഹാസ് ബീൻ ഡിഫേർഡ്, അതായത് നമുക്ക് ഡിഫേർഡ് ആയ വർഷം. നമുക്കിനി ഒരു കണക്ക് ചെയ്ത് നോക്കാം. ഇത് ടെക്സ്റ്റിലുള്ളതാണ്. എക്സാമ്പിൾ 20. ആൻ ആനുറ്റി കംപ്രൈസ് ഓഫ് 7 ആനുവൽ പേയ്മെൻറ്റ്സ് ഫോർ ആൻ എമൗണ്ട് ഓഫ് ₹6,000. The first payment is made at the beginning of the third year, assuming the interest being compounded annually at the rate of 6%. You are required to calculate future value of deferred annuity. അപ്പോൾ നമുക്ക് ഈ ഫോർമുലയ്ക്ക് അത് തന്നിരിക്കുന്ന എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 7 വർഷം, മൊത്തം വർഷം നമുക്ക് 7 തന്നിട്ടുണ്ട്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 6,000 ആണ്. നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നത് ബിഗിനിങ് ഓഫ് ദി തേർഡ് ഇയർ ആണ്. അപ്പോൾ നമ്മുടെ ഇത് എത്ര വരുന്നത്, ടൈം പീരീഡ് ഓഫ് ഡെഫേർഡ് എന്ന് പറഞ്ഞാൽ 2 വർഷം. അതായത് ആദ്യത്തെ പേയ്മെൻറ്റ് 3ാമത്തെ ഇയറിൽ തുടങ്ങുന്നു, അതായത് 2 വർഷം ഡിലേ ആകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷനിലെ വില ഇട്ട് കൊടുക്കുക. എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എമൗണ്ട് 6,000, പിന്നെ എൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 7, അതായത് മൊത്തം വർഷം 7, പിന്നെ നമുക്ക് എന്തുള്ളത്, ആർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് 6%, അതായത് 0.06. ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫേർഡ് ഡിലേ ആയത് 2 വർഷമാണ് നമുക്ക് ഡിലേ ആയത്, അതാണ് ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെ 6,000 into 1 plus 0.06 raised to 7 by 0.06 minus 1 into 1 plus 0.06 raised to 2. അതായത് എ എന്ന് പറഞ്ഞാൽ 6,000, ആർ എന്ന് പറഞ്ഞാൽ 0.06, എൻ എന്ന് പറഞ്ഞാൽ 7, ആർ എന്ന് പറഞ്ഞാൽ 0.06 മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ 0.06 റേസ് ടു ടി എന്ന് പറഞ്ഞാൽ 2. അതുകൊണ്ട് ആദ്യമേ നമ്മളാണെങ്കിൽ ഈ 1 പ്ലസ് 0.06 റേസ് ടു ചെയ്യണം. അപ്പോൾ നമുക്ക് 1.504 കിട്ടും. -1 ഡിവൈഡ് ബൈ 0.6 ഇൻറ്റു, പിന്നെ നമ്മൾ 1 പ്ലസ് 0.066 റേസ് ടു 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 1.1236 കിട്ടും. എന്നിട്ട് നമ്മൾ ഈ 6,000 ഇൻറ്റു 1.504 മൈനസ് 1 ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ 0.06 ഡിവൈഡ് ചെയ്യുമ്പോൾ 8.4 കിട്ടും ഇൻറ്റു ഈ നമ്പർ. പിന്നെ 6,000 ഇൻറ്റു 8.4 കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടും, 50,400 കിട്ടും. അപ്പോൾ ഇൻറ്റു 1.1236, അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടും, 56,629.44. ഇത്രയേ ഉള്ളൂ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഡെഫേർഡ് ആനുറ്റി.